കോടതി വിധിയിൽ പൂർണ്ണമായും തൃപ്തയല്ല. പിന്നെ 2 ജില്ലയിലുള്ള ആളുകളാണ് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPM-ന്റെ ബന്ധം വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഈ മോഹനൻ മാഷ് ഒഴിവാക്കപ്പെട്ട പോയതിനെ സംബന്ധിച്ച് മറ്റ് പ്രതികൾ ഒഴിവായത് പോയതിനെ സംബന്ധിച്ച് അപ്പീൽ പോകും. അപ്പീൽ പോയിട്ട് ബാക്കി വിധി ന്യായം കിട്ടിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പരിശോധിച്ച് എന്തെല്ലാം അതിനെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കും. പി മോഹനനെ വെറുതെ വിട്ടതോടെ CPM നേതാക്കൾക്ക് പങ്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി അല്പം മുമ്പ് പ്രസ്താവന നടത്തിയിരുന്നു. ആ പ്രസ്താവന എങ്ങനെ കാണുന്നു? ഒരിക്കലുമല്ല. കാരണം കുഞ്ഞനന്ദൻ ശിക്ഷിക്കപ്പെട്ടു. കുഞ്ഞനന്ദൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലുള്ള ആളാണ്. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലുള്ള കുഞ്ഞനന്ദനെ ചന്ദ്രശേഖരനെ വധിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ചന്ദ്രശേഖരനുമായിട്ട് ഒരു വ്യക്തിപരമായിട്ട് വിദ്വേഷമുള്ള ആളല്ല. അതുപോലെ തന്നെ ഈ ശിക്ഷിക്കപ്പെട്ട ഈ 7 പ്രതികൾ, ഈ 7 പ്രതികൾക്കും ചന്ദ്രശേഖരനെ വ്യക്തിപരമായിട്ട് അറിയുന്നയാളല്ല. അവരെ ഒന്നും ഈ ചന്ദ്രശേഖരനെ അറിയുന്നു. അവർക്ക് വേറൊരു അവരെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം CPM നേതാക്കന്മാരുടെ അറിവോടുകൂടി അവരുടെ അവർക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്ത് എന്ന് പറയുമ്പോൾ അതിൽ ഇപ്പോൾ കുഞ്ഞനന്ദനും KC രാമചന്ദ്രനും ഉൾപ്പെടെയുള്ള 2 ജില്ലയിലെ നേതാക്കന്മാർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും CPM-ന്റെ പങ്ക് നിഷേധിക്കാൻ കഴിയില്ല. പക്ഷേ ചില ആളുകൾ ഒഴിവാക്കപ്പെട്ടു പോയതിനെ സംബന്ധിച്ച് എന്താണെന്ന് പരിശോധിക്കും. അതിന് അപ്പീൽ പോകും. അപ്പീൽ പോയി കഴിഞ്ഞാൽ അതിൽ കൃത്യമായ വിധി ഉണ്ടാവും എന്ന് തന്നെയാണ് CPM-ന്റെ ഉന്നതതല ഗൂഢാലോചന അത് അന്വേഷിക്കുന്നതിന് CBI അന്വേഷണം വീണ്ടും നമ്മൾ ആവശ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും CBI അന്വേഷണം വളരെ കൃത്യമായി പെട്ടെന്ന് തന്നെ CBI അന്വേഷണത്തിലേക്ക് ഇത് പോകേണ്ടതുണ്ട്. കാരണം വെച്ചാൽ CPM ഉന്നത നേതൃത്വത്തിൻ്റെ പങ്ക് പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പം ഒഴിവാക്കപ്പെട്ട പ്രതികളിൽ ഉൾപ്പെടെ ഇനിയും പുറത്തുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വെച്ചിട്ട് ഈ അന്വേഷണം പോകേണ്ടതുണ്ട്. അത് ഗൂഢാലോചന സംബന്ധിച്ചുള്ള അന്വേഷണം CBIക്ക് വിടാൻ വേണ്ടി അന്വേഷണത്തെക്കുറിച്ച് എന്തെങ്കിലും പോരായ്മകൾ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടോ? അല്ല, പ്രോസിക്യൂഷനും ഒന്നും പരാജയപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊക്കെ വളരെ കൃത്യമായിട്ട് ഈ അന്വേഷണം വളരെ സാഹസികമായിട്ട് ഈ പ്രതികളെ പിടിക്കുന്നതിലും അതുപോലെ തന്നെ ഈ അന്വേഷണം കൊണ്ടുപോകുന്നതിലും വളരെ കൃത്യമായിട്ട് നിലപാടെടുത്തും മുന്നോട്ട് പോവുകയും ചെയ്തുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ്റെ കാര്യത്തിലും ഒരുപാട് അപാകത വന്നു എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ കൂടുതൽ വിശദമായ കാര്യങ്ങൾ നമുക്ക് ആ വിധിന്യായം കിട്ടിയതിന് ശേഷം പരിശോധിച്ചിട്ട് പറയാം. ഇതിനകത്ത് RMP ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം, ആ ആരോപണം ശരിയാണ് എന്ന് ശരിക്കും തെളിയുന്നു എന്ന് പറയാൻ പറ്റുമോ ഈ വിധിയോടെ? അല്ല, തീർച്ചയായിട്ടും പറയാൻ കഴിയും. കാരണം വെച്ചാൽ 2 ജില്ലയിലുള്ള ആളുകളാണ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കുഞ്ഞനന്ദൻ ഉൾപ്പെടെ ഇതിൽ ശിക്ഷിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉന്നയിച്ച ആരോപണം കൃത്യമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അല്ലാതെ എന്തിനാണ് കുഞ്ഞനന്ദനെ ചന്ദ്രശേഖരനെ കൊല്ലേണ്ട കാര്യം? അപ്പോൾ CPM അറിഞ്ഞിട്ടാണ്. കണ്ണൂർ ജില്ലയിലെ നേതാവാണ് കുഞ്ഞനന്ദൻ, പ്രധാനപ്പെട്ട നേതാവാണ് കുഞ്ഞനന്ദൻ. അപ്പോൾ കുഞ്ഞനന്ദൻ ശിക്ഷിക്കപ്പെട്ടതോടെ CPM നേതൃത്വത്തിന് പങ്കില്ല എന്ന് പറയുന്നത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. CPM പങ്ക് വളരെ കൃത്യമായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. KC രാമചന്ദ്രൻ കോഴിക്കോട്ടുള്ളതാണ്, അയാളും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അതെ, KC രാമചന്ദ്രൻ കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോൾ 2 ജില്ലയിലെ ആളുകൾ ഇതിൽ ശിക്ഷിക്കപ്പെട്ടു. അപ്പോൾ CPM-ന് പങ്കില്ല എന്ന് പറഞ്ഞ് അവർക്ക് ഇതാകാൻ കഴിയില്ല. അവരുടെ പങ്ക് വളരെ കൃത്യമായിട്ടാണ് തെളിഞ്ഞിരിക്കുന്നത്. CPM-ന് പങ്കില്ല എന്ന് പറഞ്ഞാൽ അത് അന്നം തിന്നവർ വിശ്വസിക്കില്ല എന്ന് വളരെ നേരത്തെ VS അച്യുതാനന്ദൻ പറഞ്ഞ് കൂടുതൽ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. ഈ കേസ് വിധിയോടുകൂടി തന്നെ പൂർണ്ണ വ്യക്തമായി കഴിഞ്ഞല്ലോ. ഇനി എത്ര നിഷേധിച്ചാലും CPM നേതൃത്വം എത്ര നിഷേധിച്ചാലും അത് യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്.